ഹലോ ക്യൂട്ടീസ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ ലൈറ്റ് പെയിൻറ്റിംഗ് ആണ്. ഈ ലൈറ്റ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ക്യാൻവാസിലൊക്കെ വരയ്ക്കുന്ന പോലെ നമ്മൾ ഈ വരയ്ക്കുന്ന രീതിയിലാണ്. നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് വേണമെങ്കിൽ വരയ്ക്കാവുന്നതാണെങ്കിൽ വരയ്ക്കാം. ഞാൻ അതിന് വേണ്ടി ഒരു A4 സൈസിലെ ഫോട്ടോ ഫ്രെയിം ഉപയോഗിക്കുന്നത്. A4 A3 ഇതിനനുസരിച്ച് ചെയ്യണം. അത് നമ്മുടെ ടെംപ്ലേറ്റിനനുസരിച്ചുള്ള സൈസ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ A4 സൈസിൽ എടുത്തുകൊണ്ട് A4 സൈസ് എടുക്കുന്നത്. ഇതിന് ടെംപ്ലേറ്റ്സിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. ഇതുപോലത്തെ കുറേ പ്രിൻറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. ലൈറ്റ് പെയിൻറ്റിംഗ് ടെംപ്ലേറ്റ്സ് എന്ന് അറിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് 2 പ്രിൻറ്റും അത് ഞാൻ 3 എടുത്തതേ ഉള്ളൂ. ഒന്ന് എല്ലാം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും മാക്സിമം കാണുന്നത്. ലൈറ്റ് കളറുള്ളതുകൊണ്ട് പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇത് ഞാനും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് നമ്മുടെ ഇതോടെ ഈ വൈറ്റ് ഷെയ്ഡുള്ള ഭാഗങ്ങളില്ലേ, ഇതിൻ്റെ ഒരു പ്രിൻറ്റിനകത്ത് ഇങ്ങനെ വൈറ്റ് ഷെയ്ഡ്, അത് നമ്മൾ വളരെ വളരെ മൈന്യൂട്ടുള്ള കാര്യമാണ്. വളരെ സൂക്ഷിച്ച് കണ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ കണ്ടിച്ച് ക്ഷമയോടെ കണ്ടിച്ച് തെറ്റിപ്പോയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളെല്ലാം തകരാറിലാവും. ഇതുപോലത്തെ വെറൈറ്റി ഐഡിയ ഒക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒന്നും ചെയ്യുന്നില്ല. കാണുന്നവരൊക്കെ വെറുതെ കണ്ടിട്ട് പോകുന്നേ ഉള്ളൂ, ശരിക്കും കാണുന്നുമില്ല. വ്യൂ ടൈം നമുക്ക് കുറവല്ല. നമ്മൾ ഫുള്ളായിട്ട് കാണാണ്, സ്കിപ്പ് ചെയ്യാതെ. വെറൈറ്റി ഐഡിയ അല്ലേ. അപ്പം നമ്മൾ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫോട്ടോ ഫ്രെയിമിന് നമ്മൾ പുറവശത്തും തുറക്കുവാണ്. തുറന്ന ശേഷം ഈ വേട്ടോ ഫാർമൊക്കെ വളരെ വിലക്കുറവിൽ കിട്ടും. ഒത്തിരി വിലയുള്ളത് മീഷോയിൽ നിന്ന് വളരെ വിലക്കുറവിൽ കിട്ടിയ സാധനം. 2 എണ്ണമൊക്കെ കോമ്പോയിലൊക്കെ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പുറവശത്തെ കാർഡ്ബോർഡ് മാറ്റുക. പിന്നെ മുന്നിൽ ഗ്ലാസ് അല്ലായിരുന്നു, സാധാരണ പോലത്തെ OHP ഷീറ്റായിരുന്നു ഇതിനകത്ത് കേട്ടോ. ഇനി ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ടായിരിക്കണേ. എൻ്റെ കയ്യിൽ LED സ്ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ഫെയറി ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. LED സ്ട്രിപ്പ് ഉള്ളവർ ഇങ്ങനെ ഇത് ഞാനിങ്ങനെ കൊട്ടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാനും ആദ്യമായിട്ടല്ലേ ചെയ്ത്, ഇവിടെ അല്ല ഒട്ടിക്കേണ്ടതെന്ന് പിന്നെ മനസ്സിലായി. പിന്നെ ഞാൻ ഒന്നുകൂടെ ചെയ്യേണ്ടത് ഇപ്പം കാണിക്കാം. നമ്മൾ ചെയ്യേണ്ടത് ആ OHP ഷീറ്റിന് മുകളിൽ ഫസ്റ്റ് നമ്മൾ നോർമൽ പ്രിൻ്റ് ഉള്ളത് അത് വെക്കുക, വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ കണ്ടിച്ച് നമ്മൾ പ്രിൻ്റ് വെക്കുക. പിന്നെ അതിന് മുകളിലാണ് നമ്മൾ ഈ ബാക്കിലെ കവറില്ല, അത് ലൈറ്റുമായിട്ട് വെക്കേണ്ടത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് പിന്നെയാണ് നമ്മൾ കണ്ടിച്ച ഭാഗത്തിൽ, ആ ഭാഗത്താണ് നമ്മുടെ ലൈറ്റ് വരേണ്ടത്, അത് LED സ്ട്രിപ്പ് വരേണ്ടത്. LED സ്ട്രിപ്പ് ഉണ്ടായിരുന്നു, നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. LED സ്ട്രിപ്പിൽ അതുകൊണ്ട് 2 ഫെയറി ലൈറ്റൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആ കണ്ടിച്ച ആ ഷെയ്ഡുകളിൽ ആ നമ്മുടെ ഗ്യാപ്പുള്ള ഭാഗത്ത് അവിടെയാണ് നമ്മുടെ ഈ ലൈറ്റ് മാക്സിമം വെക്കണ്ട. അങ്ങനെ രീതിയിൽ നമ്മുടെ ഈ ബാക്ക് കവറിൽ ഒട്ടിച്ചു കൊടുക്കുക, LEDയോ എന്തെങ്കിലും സ്ട്രിപ്പ്. ഇനി നമ്മൾ ഒന്നുകൂടെ ഞാൻ ട്രൈ ചെയ്ത് മനസ്സിലാക്കിയപ്പോൾ നോക്കുകയാണ്. അത് OHP ഷീറ്റ് അല്ലെങ്കിൽ ഗ്ലാസ്, ആ ഫോട്ടോ ഫ്രെയിമിൻ്റെ ഗ്ലാസ്സില്ല, അല്ലെങ്കിൽ OHP ഷീറ്റ് ആയിരിക്കും അതിൻ്റെ, അത് വെക്കുക. പിന്നെ നമ്മൾ നമ്മുടെ സാധാരണ ആ പ്രിൻ്റ് എടുത്തെടുക്കുക, കണ്ടിക്കാത്ത പ്രിൻ്റ് എടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കണ്ടിച്ച ആ സ്പേസ് ഉള്ള പ്രിൻറ്റിങ്ങിന് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലാണ് നമ്മൾ ബാക്ക് കവർ വെക്കുന്ന. ബാക്ക് കവറിൽ ഓൾറെഡി നമ്മൾ LED സ്ട്രിപ്പോ അല്ലെങ്കിൽ ഫെയറി ലൈറ്റോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ ബാക്ക് കവർ അടച്ചു വെക്കുക ചെയ്ത്. അപ്പോൾ സൂക്ഷിച്ച് വെക്കണം, കാരണം ചിലപ്പോൾ ഈ പേപ്പറൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈ സാധാരണ പ്രിൻ്റ് എടുത്തത് കാരണം നമുക്ക് ഷെയ്ഡ് വരാൻ വേണ്ടിയാണ്, അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ സാധാരണ പ്രിൻ്റ് എടുത്തത്. ഇതോ ഇങ്ങനെ നമ്മുടെ ലൈറ്റ് ഇട്ട് കാണിക്കണം. ഈ സാധാരണ ഇങ്ങനെ നമ്മൾ വോളെ തൂക്കിയിരിക്കുകയാണ് ഇത്. ഇനി നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ നല്ല സൂപ്പറാണ്, നല്ല അടിപൊളിയാണ് ഈ സാധനം കേട്ടോ. ഇതെങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് നമ്മുടെ റൂമിനകത്ത് നമ്മൾ രാത്രി ലൈറ്റ് ഇടുമ്പോൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നമ്മൾ കാണുന്നത്. കണ്ടത് നമ്മൾ ഈ ഷാഡോ ഒക്കെ വെച്ച് കണ്ടോ, ഇങ്ങനത്തെ ഷാഡോ വെച്ച് നമ്മൾ കാണുന്നത്. ലൈറ്റ് എവിടെയൊക്കെ കാണുന്നു, അതുപോലത്തെ ഈ വെയിലൊക്കെ വരുമ്പോൾ ഷാഡോ ഇല്ലേ, അതുപോലത്തെ ഷാഡോ ആണ് നമ്മൾക്ക് കാണാൻ പറ്റും. ഈ പകലൊക്കെ വെയിലടിക്കും, വിൻഡോയിലൂടെ വെയിലടിക്കുമ്പോൾ എവിടെയൊക്കെ ഷാഡോ വരുന്നു അതിന് ഈ പല രീതിയിലുള്ള സീനറി ഉണ്ട്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യമാണ്. കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. ചെറിയ വീഡിയോ ആണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ. ഓരോ ലൈറ്റ് നിർത്തുമ്പോഴും കണ്ടില്ല, നമ്മൾ 2 ലൈറ്റ് വെച്ച് ഇപ്പം നമ്മുടെ സാധാരണ ഇമേജ് കാണുമ്പോൾ സാധാരണ ഇമേജാണ്, പക്ഷേ അതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ. ഇത് രാത്രിയിൽ നമ്മൾ ഒരു ലൈറ്റ് ഇടാകുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. അത് ഈ ക്യാമറയിൽ എത്ര കാണുന്നുണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ നമ്മുടെ എൻ്റെ വോളിൽ നമ്മൾ വൈറ്റ് വോളുള്ളിടത്തൊക്കെയാണ് നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. എനിക്ക് ഒത്തിരിയായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വലിയ ഒരു പരിപാടി ഇല്ലാത്ത സാധനം ഈസി ആയിട്ട് ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ട് ഡെക്കറുമാണ്. ഇത് പലയിടത്തും ലൈറ്റ് പെയിൻറ്റിങ്ങിന് ഇവർ വിൽക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ സ്വന്തമായിട്ട്. അപ്പോൾ ടെംപ്ലേറ്റ്സ് ഇഷ്ടമുള്ള Pinterestൽ നിന്ന് സെർച്ച് ചെയ്താൽ മാത്രം. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണണം, മറക്കാതെ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ വാച്ച് ടൈമൊക്കെ കൂടട്ടെ. നമ്മുടെ വ്യൂ ഇല്ലാതെ എങ്ങനെയാണ് എത്രയോ നല്ല വീഡിയോ ഇട്ടിട്ട്, വെറൈറ്റി വീഡിയോ ഇട്ടിട്ട് നിങ്ങളൊന്നും കാണാത്തത്. അപ്പോൾ ക്യൂട്ടിയിൽ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ കേട്ടോ.